ഹലോ കുട്ടികളെ, ഇന്ന് ഞാൻ നിങ്ങളെ പഞ്ചതന്ത്രത്തിലെ വേറൊരു പുതിയ കഥ കേൾപ്പിക്കാം. അത് രണ്ട് മടിയന്മാരെ കുറിച്ചാണ്. ഒരു നാട്ടിൽ രമേശ് എന്നും സുരേഷ് എന്നും പേരായ രണ്ട് സഹോദരന്മാർ വസിച്ചിരുന്നു. അവർ രണ്ടുപേരും കുട്ടിക്കാലം മുതൽക്കേ ജോലിയൊന്നും ചെയ്യില്ലായിരുന്നു. ജോലിയൊന്നും ചെയ്യാത്തതിന് അവരുടെ അലസതയായിരുന്നു കാരണം. ആരെങ്കിലും അവരോട് എന്തെങ്കിലും ജോലി ചെയ്യാൻ പറഞ്ഞാൽ അവർ മടി പിടിച്ച് കിടന്നുറങ്ങുമായിരുന്നു. രമേശിന്റെയും സുരേഷിന്റെയും അമ്മ ഇവരെ കൊണ്ട് പൊറുതി മുട്ടിയിരുന്നു. രണ്ട് മക്കളും ആലസ്യം പിടിഞ്ഞ് അധ്വാനിക്കാൻ തുടങ്ങുന്നതിന് ഇനി എന്ത് ചെയ്യണമെന്ന് അവർക്ക് ഒരു പിടിയും കിട്ടുന്നില്ലായിരുന്നു. ഒരു ദിവസം രമേശും സുരേഷും ഒരു മാവിൻ ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ഇടയിലായി മാവിൽ നിന്ന് ഒരു മാമ്പഴം വീണു. രണ്ടുപേരും വലിയ മടിയന്മാരായതുകൊണ്ട് അതിലൊരാൾ പോലും മാമ്പഴം എടുക്കാൻ ശ്രമിച്ചില്ല. രണ്ടുപേരും അവിടെ കിടന്നുകൊണ്ട് തന്നെ മാമ്പഴത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അതിലൂടെ ആ നാട്ടിലെ മന്ത്രി കടന്നുപോയി. മന്ത്രി പോകുന്നത് കണ്ട് രമേശ് മന്ത്രിയോട് പറഞ്ഞു, നമസ്കാരം മന്ത്രിജി, എനിക്കൊരു സഹായം വേണമായിരുന്നു. എന്ത് സഹായം? മന്ത്രിജി, കഴിയുമെങ്കിൽ എന്റെ കയ്യിലേക്ക് ഈ മാങ്ങ ഒന്ന് എടുത്തു തരാവോ? രമേശ് പറഞ്ഞത് മന്ത്രിക്ക് വിചിത്രമായി തോന്നി. അയാൾ രമേശിനോട് ചോദിച്ചു, അല്ലേ, അത് കൊള്ളാം. ഇതെന്തായി പറയുന്നത്? മാമ്പഴം നിന്റെ തൊട്ട് മുമ്പിലല്ലേ കിടക്കുന്നത്? സ്വയം എടുത്തുകൂടെ? അത് പറ്റില്ല മന്ത്രിജി, ഒരുപാട് പ്രയത്നിക്കേണ്ടി വരും. ഇതിലെന്താ ഇത്രമാത്രം പ്രയത്നിക്കാൻ? 2 ചുവട് പോലും നടക്കാൻ പറ്റില്ലേ നിങ്ങളെ കൊണ്ട്? പറ്റണില്ല മന്ത്രിജി, അതാണല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. നടക്കാനൊക്കെ ആർക്കാ ഇഷ്ടമുള്ളത്? ദയവായി താങ്കൾ ഇത് ഞങ്ങൾക്ക് ഒന്ന് എടുത്ത് തരണേ. രമേശിന്റെയും സുരേഷിന്റെയും ഈ അലസ സ്വഭാവം കണ്ടിട്ട് മന്ത്രിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അയാൾ രമേശിനും സുരേഷിനും മാമ്പഴം എടുത്തു കൊടുക്കാതെ അവിടെ നിന്ന് പോയി. രമേശും സുരേഷും മടി പിടിച്ച് അവിടെ തന്നെ കിടന്നു. മന്ത്രി രമേശിന്റെയും സുരേഷിന്റെയും വീട്ടിൽ ചെന്ന് അവരുടെ അമ്മയെ കണ്ടു. എനിക്ക് വളരെ വിഷമമുണ്ട് മന്ത്രിജി. ഈ കുഴിമടിയന്മാരെ എങ്ങനെ നന്നാക്കി എടുക്കുമെന്ന് ഒരു പിടിയുമില്ല. ജോലി ചെയ്യാതെ ഇവരിങ്ങനെ മടി പിടിച്ചുകൊണ്ടിരുന്നാൽ ഇവരുടെ ഭാവി ജീവിതം എന്താകുമെന്ന് ആർക്കറിയാം? അമ്മ വിഷമിക്കാതിരിക്കൂ. ഇവരെ കുറിച്ച് നേരത്തെ എങ്ങാനും അറിവ് കിട്ടിയിരുന്നെങ്കില് ഞാൻ എന്തെങ്കിലും ഒരു പോംവഴി തീർച്ചയായും കണ്ടെത്തുമായിരുന്നു. അമ്മ നാളെ അവരെ രണ്ടുപേരെയും രാജകൊട്ടാരത്തിലേക്ക് പറഞ്ഞയക്കും. രമേശിന്റെയും സുരേഷിന്റെയും അമ്മ അവരോട് രാജകൊട്ടാരത്തിൽ പോകാൻ പറയുന്നു. രണ്ടുപേരും പിറ്റേ ദിവസം രാവിലെ രാജകൊട്ടാരത്തിലെത്തി രാജാവിനെ മുഖം കാണിക്കുന്നു. രാജാവ് രമേശിനോടും സുരേഷിനോടും പറയുന്നു, നിങ്ങൾ രണ്ടുപേർക്കുമായി എന്റെ പക്കൽ ഒരു പ്രധാന ജോലിയുണ്ട്. എന്താണ് മഹാരാജൻ? നാളെ മുതൽ നിങ്ങൾ രാജകൊട്ടാരത്തിന്റെ ഒരു പ്രദേശത്തിന് കാവൽ നിൽക്കണം. നിങ്ങൾക്ക് രണ്ടുപേർക്കും അധികം അധ്വാനമുള്ള ജോലി ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഈ ജോലി നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ കഴിയും. ശരി മഹാരാജൻ, അങ്ങയുടെ ആജ്ഞ പോലെ. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, നിങ്ങൾ കാവൽ നിൽക്കുന്നിടത്ത് വളരെയേറെ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഒന്നിനും അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരരുത്. ആ ശരി മന്ത്രിജി. രമേശും സുരേഷും കാവൽക്കാരായി കാവലിരിക്കാൻ പോകുന്നു. പക്ഷേ അവരുടെ സ്വഭാവം അനുസരിച്ച് അവർ ഇരുന്ന് ഉറങ്ങിപ്പോകുന്നു. അവരുടെ അശ്രദ്ധ കാരണം കൊട്ടാരത്തിൽ മോഷണം നടക്കുന്നു. പിറ്റേന്ന് രാവിലെ അവർ ഉണർന്നപ്പോൾ മന്ത്രി തങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതായി കാണുന്നു. മന്ത്രി ദേഷ്യത്തോടെ പറയുന്നു, മടിയന്മാരെ, ഒരു നിസ്സാര ജോലി നിങ്ങളെ ഏൽപ്പിച്ചിട്ട് അതുപോലും നിങ്ങൾക്ക് നേരാവണ്ണം ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും എന്നോടൊപ്പം നടക്കുക. ചെയ്ത തെറ്റിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ശിക്ഷ ലഭിക്കും. രാജകൊട്ടാരത്തിന് ഒരുപാട് നഷ്ടമുണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും മരണശിക്ഷ ലഭിക്കും. എന്ത് മരണശിക്ഷയോ? അതെ, നിങ്ങളെ സിംഹത്തിന് മുന്നിലിട്ട് കൊടുക്കും. ഇത് കേട്ടപ്പോൾ തന്നെ രമേശും സുരേഷും വല്ലാതെ പേടിച്ചു പോകുന്നു. അവരെ സിംഹത്തിന് മുൻപിലേക്ക് കൊണ്ടുവന്ന പാടെ രണ്ടുപേരും രാജാവിന് മുൻപിൽ കേണപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് ക്ഷമിക്കണേ മഹാരാജൻ. ഞങ്ങൾ ഇന്ന് വളരെ വലിയ തെറ്റാ സംഭവിച്ചത്. ഞങ്ങൾ അലസത കാണിക്കാതെ ആത്മാർത്ഥമായ ജോലി ചെയ്തിരുന്നെങ്കിൽ ഈ മോഷണം നടക്കില്ലായിരുന്നു. ഞങ്ങൾ വാക്ക് തരുന്നു, മേലിൽ ഇനി ഒരിക്കലും അലസത കാണിക്കുകയില്ല. രണ്ടുപേരുടെയും വാക്കുകൾ കേട്ടിട്ട് രാജാവ് അവർക്ക് മാപ്പ് കൊടുക്കുന്നു. അപ്പോൾ കുട്ടികളെ, ഈ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം ഇതാണ്: നാം ഒരിക്കലും അലസത കാണിക്കരുത്.